പ്രധാന വാർത്തകൾ. കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് ഇന്ന് 69 വർഷം തികയുന്നു. 1956 നവംബർ 1 ഐക്യകേരളം യാഥാർത്ഥ്യമായതിന്റെ സ്മരണ പുതുക്കി. കേരളപ്പിറവി ദിനം സംസ്ഥാനത്തുടനീളം വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു. പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾ ഏറ്റെടുത്ത് നവകേരള നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ഊർജ്ജം ഉൾക്കൊണ്ടാണ് ഇത്തവണത്തെ ആഘോഷങ്ങൾ മുന്നോട്ടു പോയത്. മുഖ്യമന്ത്രിയുടെ സന്ദേശം. വികസനം തടസ്സമില്ലാതെ മുന്നോട്ട്. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല കേരളപ്പിറവി ദിനാഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യം, വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളം നേടിയ വികസന മുന്നേറ്റങ്ങൾ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയില്ല. അതിദരിദ്രരില്ലാത്ത കേരളം എന്ന ലക്ഷ്യം പൂർത്തിയാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. മലയാള ഭാഷയുടെയും സംസ്കാരത്തിന്റെയും മഹിമ ഉയർത്തിപ്പിടിച്ച് നാം മുന്നോട്ടു പോകണം, മുഖ്യമന്ത്രി പറഞ്ഞു. മാതൃഭാഷയ്ക്ക് പ്രതിജ്ഞ. കേരളപ്പിറവിയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും വിദ്യാലയങ്ങളിലും ജീവനക്കാരും വിദ്യാർത്ഥികളും മാതൃഭാഷാ പ്രതിജ്ഞയെടുത്തു. ഔദ്യോഗിക ഭാഷാ ഉപയോഗം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നടപടികൾക്ക് ഈ ദിനം തുടക്കമിട്ടു. സ്കൂളുകളിൽ കേരളത്തനിമ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കേരളപ്പിറവി ആഘോഷങ്ങൾ ഗംഭീരമായിരുന്നു. പല സ്കൂളുകളിലും കുട്ടികൾ കേരളത്തനിമ വിളിച്ചോതുന്ന വേഷവിധാനങ്ങളോടെയും നാടൻ പാട്ടുകളും നൃത്തങ്ങളുമായി എത്തി. കേരളത്തിന്റെ ചരിത്രം, ഭൂമിശാസ്ത്രം, സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള ക്വിസ് മത്സരങ്ങളും വിവിധ കലാപരിപാടികളും അരങ്ങേറി. കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് വിവിധ സർക്കാർ വകുപ്പുകൾ പുതിയ വികസന പദ്ധതികൾക്ക് രൂപം നൽകി. പല ജില്ലകളിലും മലയാളഭാഷാ പ്രചാരണത്തിന്റെ ഭാഗമായി സെമിനാറുകളും കവിയരങ്ങുകളും നടന്നു. കേരളത്തിന്റെ ഐക്യവും പുരോഗതിയും വിളിച്ചോതുന്ന ഒരു ദിനമായി നവംബർ 1 വീണ്ടും കടന്നുപോയി. ന്യൂ സിറ്റി തിരുവനന്തപുരം.